പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് മഹാനരായ ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയും ഖിളിർ നബി അലൈഹിസ്സലാമിനെ കാണാം നാം ചെയ്യേണ്ട 4 കാര്യങ്ങളെ കുറിച്ചുമാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, എല്ലാ ടെൻഷനുകളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ, എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് മഹാനരായ ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ ഖിളിർ നബി അലൈഹിസ്സലാമിനെ നാം കാണാൻ ചെയ്യേണ്ട 4 കാര്യങ്ങളും ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചുമാണ്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, വഫാത്താകാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന 4 പ്രവാചകന്മാരുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ 2 പ്രവാചകന്മാരും ആകാശത്ത് 2 പ്രവാചകന്മാരും. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാർ, ഒന്ന് ഇല്യാസ് നബി അലൈഹിസ്സലാം സമുദ്രത്തിലാണെന്ന് മഹാന്മാര് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറയാൻ പോകുന്ന ഖിളിർ നബി അലൈഹിസ്സലാമും ഇന്നും മരിക്കാതെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വലിയ ആരിഫീങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആകാശത്ത് ജീവിച്ചിരിപ്പുള്ള 2 പ്രവാചകന്മാർ, ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം, രണ്ടാമത്തെ പ്രവാചകൻ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ 4 പ്രവാചകന്മാരുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഖിളിർ നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ആത്മാർത്ഥമായി കേൾക്കുക, ശരിക്കും ശ്രദ്ധിച്ചോ, സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശേഷം മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ്. ശേഷം മാഷാ അല്ലാഹു അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്. ശേഷം മാഷാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ഇതാണ് ഈ അത്ഭുതകരമായ പ്രാർത്ഥന. ഞാൻ ഒന്നുകൂടെ ചൊല്ലി അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ്. മാഷാ അല്ലാഹു അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്. മാഷാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ഇനി അതിന്റെ അർത്ഥം എന്താ? ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ഈ ദിക്ർ തുടങ്ങാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതേ ലോകത്ത് നടക്കുകയുള്ളൂ. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഇല്ല. അള്ളാഹിനെ കൊണ്ടാണ് എല്ലാ ശക്തിയും നമ്മൾക്ക് ലഭിക്കുന്നത്. അള്ളാഹു ശക്തി നൽകാതെ ഇവിടെ ആർക്കും ഒരു ശക്തി ഉണ്ടാകൂല എന്നാണ് 1ാമത്തെ വരിയുടെ അർത്ഥം. 2ാമത്തെ വരി മാഷാ അല്ലാഹ്, ഈ ലോകത്ത് അള്ളാഹ് ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. കുല്ലു നിഅമത്തിൻ മിനല്ലാഹ്, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. നമുക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും, വീടാണെങ്കിലും മക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ജോലിയാണെങ്കിലും സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. മറ്റാരിൽ നിന്നും നമ്മൾക്ക് ഒരു അനുഗ്രഹവും ലഭിക്കുന്നില്ല. ഇതാണ് 2ാമത്തെ വരിയുടെ അർത്ഥം. 3ാമത്തെ വരിയുടെ അർത്ഥം മാഷാ അല്ലാഹ്,
അള്ളാഹുവിനെ കൊണ്ടല്ല, അള്ളാഹു ഉദ്ദേശിച്ചതേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ. അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്, എല്ലാ നന്മകളും അള്ളാഹുവിന്റെ കരങ്ങളിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. എല്ലാ നന്മയുടെ കവാടങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു നന്മയും നമ്മൾക്ക് ലഭിക്കുന്നില്ല. ഇതാണ് മൂന്നാമത്തെ വരിയുടെ അർത്ഥം. നാലാമത്തെ വരി മാഷാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ. ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്, ഏത് മോശമായ കാര്യവും അള്ളാഹു അല്ലാതെ മറ്റാരും തട്ടുകയില്ല. നമ്മൾക്ക് വരുന്ന ഏത് പ്രയാസങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും ഏത് ദുരന്തങ്ങളും ദുരിതങ്ങളും മോശമായ കാര്യങ്ങളും തട്ടുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരത്തും 3 പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണവും കാവലും നമ്മൾക്ക് ലഭിക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. മുങ്ങിമരണങ്ങള് അല്ലെ, എത്ര മുങ്ങിമരണങ്ങളാണ് നടക്കുന്നത്, മഴക്കാലൊക്കെയാണ്. അപ്പൊ എന്തായാലും ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ തീപിടുത്തം അള്ളാഹു കാക്കട്ടെ, അതുപോലെ വിഷജന്തു ശല്യം, അതിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, പിശാച് ബാധ, ഇതിൽ നിന്ന്, ശത്രുക്കളിൽ നിന്നൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. മാത്രമല്ല ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമെന്നുള്ളതാണ്. അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ വർദ്ധിക്കും. അനുഗ്രഹം എന്ന് പറയുമ്പോൾ സമ്പത്ത്, അതുപോലെ കടം വീടല്, നല്ല വീട്, വാഹനം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ഇതൊക്കെ നമ്മുടെ വലിയ അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. അതൊക്കെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് എല്ലാവരും പ്രാർത്ഥിക്കണം, രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യമായി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇത് ഖിളിർ നബിയുടെ പ്രാർത്ഥനയാണ്. അപ്പൊ ഖിളിർ നബിയെ കാണണം നമ്മൾ. കാരണം ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ കാണാതെ പോയാൽ നമ്മൾക്ക് വലിയ പരാജിതരാണ്, നമ്മൾക്ക് ഭാഗ്യമില്ലാത്തവരാണ്. അപ്പൊ ഖിളിർ നബിയെ കാണാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പാവപ്പെട്ടവരെ സഹായിക്കുക, അഗതികളെ സഹായിക്കുക. കാരണം ഖിളിർ നബി അലൈഹി സ്വലാം പാവപ്പെട്ട ഒരു രൂപത്തിലാണ് നമ്മളെ വീടുകളിലേക്കൊക്കെ വരിക എന്ന് മഹത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ടവരെ സഹായിച്ചാൽ അവരോട് ഖിളിർ നബിക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാകും. അതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ഖിളിർ നബി എനിക്ക് കാണിച്ചു തരണേ റബ്ബേ, ജീവിച്ചിരിപ്പുള്ള പ്രവാചകനാണ്, എനിക്കൊന്ന് നേരിൽ കാണാൻ ഭാഗ്യം നൽകണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ വിശാലമായ ചരിത്രം സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും 3 പ്രാവശ്യം, 1 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുക. അതിനുശേഷം എല്ലാ ദിവസവും ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ സൂറത്തോണം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ ഖളിർ എന്നാണോ പറയേണ്ടത്, ഖിളിർ എന്നാണോ പറയേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഖളിർ അലൈഹി ഇസ്ലാം എന്നും പറയാം, ഖിളിർ നബി അലൈഹി ഇസ്ലാം എന്നും പറയാമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖ ഖി അങ്ങനെ 2 രൂപത്തിലും പറയാവുന്നതാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഖളിർ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ എല്ലാ ദിവസവും നമ്മൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര തവണ ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതിയാൽ ഖിളിർ നബിയെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകും. അതിലുപരി നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മളെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയാണ്, പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഖിളിർ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതുക. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മഹാനവറുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആത്മീയമായ പുരോഗമനം നമ്മൾക്ക് കൈവരിക്കാൻ കഴിയും. നിസ്കരിക്കാനുള്ള മനസ്സ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സ്, ഖുർആൻ ഓതാനുള്ള മനസ്സ്. അതുകൊണ്ട് ഖിളിർ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് മക്കൾക്കൊക്കെ ഒന്ന് മന്ത്രിച്ചൂതി കൊടുക്കുക. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്കൊക്കെ മന്ത്രിച്ചൂത. ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതി വെള്ളത്തിലൊക്കെ മന്ത്രിച്ചൂതി ആ വെള്ളം നമ്മളെ വീടുകളിലൊക്കെ തെളിച്ചാൽ വലിയ ബറക്കത്ത് ഉണ്ടാവും. അത് ഖിളിർ നബിയുടെ ബറക്കത്താണ്, അല്ലാതെ വെള്ളം തെളിച്ച ബറക്കത്തല്ല. ഖിളിർ നബിയുടെ ബറക്കത്ത് നമ്മളെ വീട്ടിലുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾക്ക് മഹാനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ആ മഹാനെ ഖിളിർ നബി അലൈഹി ഇസ്ലാമിനെയും ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെയും ഒക്കെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഖിളിർ നബിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. വഇലാ ഹളറത്തി ഖിളിർ അലൈഹി സലാം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഖിളർ നബി അലൈഹി സ്വലാമിന്റെ ബർക്കത്ത് നൽകട്ടെ, അനുഗ്രഹങ്ങളിൽ അള്ളാഹു വർദ്ധനവ് നൽകട്ടെ, എല്ലാ മുറാദുകളും ഹാസിലാക്കല്ല, എല്ലാ വിഷമങ്ങളും അകറ്റിത്തരണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.